കൊച്ചിയിൽ പുതുവർഷാഘോഷത്തിനിടയിൽ വാഹനാപകടം. ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജലി, എപ്പോഴായിരുന്നു ഈ സംഭവം? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ രാത്രി 11:45 ഈ അപകടം നടന്നത്. അതായത് വൈപ്പിൻ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഈ നരേന്ദ്രനാഥ്, പാലക്കാട് സ്വദേശി ആരോമലും നെയ്യാറ്റിക്കര സ്വദേശി നരേന്ദ്രനാഥും സഞ്ചരിച്ച ബൈക്ക് ഓട്ടോയിനെ ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചത്. ഇവർ അതായത് ന്യൂ ഇയർ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് 12 മണിക്കുള്ള പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് അതിവേഗതയിൽ പോകുകയായിരുന്നെന്ന സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. കാരണം ഈ ഓട്ടോ ഡ്രൈവറിനോട് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് അയാൾ വ്യക്തമാക്കിയത് താൻ പതുക്കെയാണ് വന്നിരുന്നത്, പക്ഷേ ഈ ബൈക്ക് അതിവേഗത്തിലായിരുന്നു ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് വലിയൊരു ബ്ലോക്ക് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 2 യുവാക്കളും മരണപ്പെട്ടു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് 12 മണിക്ക് എത്തേണ്ടതിനാൽ തന്നെ 11:45 വൈപ്പിൻ ഭാഗത്ത് വെച്ച് ഒരു പക്ഷേ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനിരിക്കുന്നവരായിരിക്കാം. ഈ സമയത്താണ് ഈ ഒരു വലിയൊരു ദാരുണമായ അപകടം നടന്നത്. വാർത്തയാണ്. അഞ്ജലി ശ്രീജിതാരാജാണ് ചേർന്നത് നമുക്കൊപ്പം. കൊച്ചിയിൽ ഇന്നലെ പുതുവത്സരാഘോഷത്തിനിടയിലുണ്ടായ ബൈക്ക് അപകടത്തിന്റെ വാർത്തയായിരുന്നു.